ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റുള്ള വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കി നോക്കിയാലോ? അതിനുവേണ്ടി വാങ്ങിച്ചതാണ് ഈ വെജിറ്റബിൾസ്. ആദ്യം ക്യാരറ്റ് 100 ഗ്രാം ഇതുപോലെ ചെറുതായി അരിഞ്ഞത്. ഒരു വലിയ ക്യാരറ്റാണ് ഇത്. ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് നിങ്ങൾ അരിയണം. ഒരു ഉരുളക്കിഴങ്ങ് 100 ഗ്രാം വരും, തൊലി കളഞ്ഞ് ചെറുതായിട്ട് ഇതുപോലെ വൃത്തിയായിട്ട് അരിഞ്ഞെടുത്തത്. ബീൻസ് 100 ഗ്രാം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തത്. ഏകദേശം 15 ബീൻസ് വരും. തേങ്ങാപ്പാൽ 1/2 ലിറ്റർ പിഴിഞ്ഞെടുത്തത്. ഇത് പിഴിഞ്ഞെടുത്തത് അരമുറി തേങ്ങാ ചിരവിയത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ്. ഏകദേശം 1/2 ലിറ്റർ വരും. ഗ്രീൻ പീസ് ഫോർസൺ ഗ്രീൻ പീസാണ്. നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പച്ച ഗ്രീൻ പീസ് അവിടെ ഫ്രീസറിനകത്ത് വെച്ചിരിക്കുന്നതാണ് എടുത്തിരിക്കുന്നത്. ഇതാണ് നമുക്ക് വേണ്ടത്. ഏകദേശം 100 ഗ്രാം ഉണ്ട്. 7 കാഷ്യൂനട്ട് കശുവണ്ടി നടുവേ പിളർന്നത്. ഒരു 5-6 കശുവണ്ടി അരച്ചെടുത്തതാണ്. കശുവണ്ടി അരച്ചെടുത്ത കാഷ്യൂനട്ട് പേസ്റ്റ് ചെയ്തെടുത്തതാണ്. ചെറിയ ബൗളിനകത്ത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. 3-4 പിഞ്ച് ഗരം മസാല, അതാ 1/4 ടീസ്പൂൺ ഗരം മസാല. 4 ഏലക്ക ചതച്ചത്. 1/2 ടീസ്പൂൺ പഞ്ചസാര. 1 ടീസ്പൂൺ മൈദ. കരയാമ്പു ഒരു 7 കരയാമ്പു. തക്കോലം ഒരു തക്കോലം ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചെടുത്തത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഭയങ്കരമായിട്ട് പൊടിക്കരുത്, മീഡിയം സൈസിൽ ഇങ്ങനെ പൊടിച്ചെടുക്കുകയോ ചെയ്യാവുള്ളൂ. പിന്നെ ഒരു കറുവയുടെ ഇല ഒരു ചെറിയ കഷ്ണം. കറുവാപ്പട്ട അതിൻ്റെ തൊലി. കറുവാപ്പട്ട 3-4 ചെറിയ കഷ്ണം. പിന്നെ പച്ചമുളക് 7 പച്ചമുളക് ഇതുപോലെ നടുവേ പിളർന്നത്. 1 കഷ്ണം ഇഞ്ചി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത്. 4 വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്. മല്ലിയില ഒരു ചെറിയ ബൗൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. 4 ഇതള് കറിവേപ്പില. നെയ്യ് മിൽമയുടെ നെയ്യാണ് വേണ്ടത്. 2 സവോള ഇതുപോലെ ചെറുതായി നീളത്തിൽ അരിഞ്ഞത്. ആവശ്യത്തിന് ഉപ്പ്. പിന്നെ പച്ചക്കറി ബോയിൽ ചെയ്യുന്നതിന് വേവിച്ചെടുക്കുന്നതിന് വേണ്ടി 1/2 ലിറ്റർ വെള്ളം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായത്. അച്ചായ, നമുക്ക് ഈ ക്യാരറ്റും ഈ ബീൻസും ഒന്നിച്ചിട്ട് വേവിച്ചെടുത്താലോ? അതുപോലെ അത് കഴിഞ്ഞ് നമുക്ക് ഉരുളക്കിഴങ്ങും വേവിച്ചെടുക്കണം. നമുക്ക് ഈ 3 പച്ചക്കറികളും ബോയിൽ ചെയ്ത് എടുക്കാം. എന്നാൽ അടുപ്പിൻ്റെ അടുത്തോട്ട് പോയാലോ? ഓക്കെ. പച്ചക്കറി ബോയിൽ ചെയ്ത് എടുക്കുന്നതിന് വേണ്ടി സ്റ്റീൽ പാത്രം അടുപ്പിൽ വെച്ചു. സ്റ്റീൽ പാത്രം ചൂടായി വരുന്നു. അതിലോട്ട് 1/2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ഇനി വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ആദ്യം പച്ചക്കറി ഇട്ട് കൊടുക്കാം. പച്ചക്കറി എന്ന് പറഞ്ഞാൽ ക്യാരറ്റും ബീൻസും കൂടെ ഒന്നിച്ചിട്ട് നമുക്ക് ബോയിൽ ചെയ്ത് എടുക്കാം. വെള്ളം പെട്ടെന്ന് തിളയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പിട്ടോ കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുത്ത്. നന്നായിട്ട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ക്യാരറ്റും ബീൻസും കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം. വെള്ളം നന്നായി തിളച്ച് ഇനി ഇതിലോട്ട് നമുക്ക് ക്യാരറ്റും ബീൻസും ഒന്നിച്ചിട്ട് വേവിക്കാം. ക്യാരറ്റ് ഇട്ടോ വെച്ചാൽ ക്യാരറ്റ് ഇട്ടോ കാണിച്ച്. ഇട്ടോ. ഇനി ഈ വെള്ളത്തിലോട്ട് തന്നെ നമുക്ക് ഒന്നിച്ച് ബീൻസും കൂടെ ഇട്ടു. ഇനി നന്നായിട്ട് ബോയിലാകട്ടെ. ബോയിലായി കഴിയുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇങ്ങനെ തിളപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ കളറ് പോകാതിരിക്കുന്ന കളർ ഇതുപോലെ തന്നെ ഇരിക്കും. അധികം വേവിക്കരുത്. നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കുകയും ചെയ്യാവും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. നന്നായിട്ട് ബോയിലാകട്ടെ. നന്നായിട്ട് ബോയിലായി കഴിയുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ബോയിലാകുന്നുണ്ട്. നന്നായിട്ട് ബോയിലായി കഴിയുമ്പോൾ നമുക്ക് കോരി തണുത്ത വെള്ളത്തിലോട്ട് മാറ്റാം. കാരണം അങ്ങനെ മാറ്റുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറ് ബീൻസിൻ്റെയും ക്യാരറ്റിൻ്റെയും കളറ് അത് കണ്ടമാനം പോകാതിരിക്കാൻ വേണ്ടിയാണ്. കണ്ടമാനം ബോയിൽ ചെയ്യുന്നില്ല, ആവശ്യത്തിന് മീഡിയമായിട്ട് ബോയിൽ ചെയ്യുന്നുള്ളൂ. ഇപ്പം ബോയിൽ തിളയ്ക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. കുറച്ച് നേരം ഇരുന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കോരി ഒരു തണുത്ത വെള്ളത്തിലോട്ട് മാറ്റാം. നന്നായി ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. 1 മിനിറ്റും കൂടെ ഇരുന്ന് നമുക്കൊന്ന് ബോയിൽ ചെയ്യാം. അത് കഴിയുമ്പോൾ നമുക്ക് കോരി മാറ്റാം.
ഇത് നന്നായി ബോയിലായിട്ടുണ്ട്. മീഡിയമായിട്ടാണ് ബോയിൽ ചെയ്തത്. ഇനി നമുക്ക് കോരി തണുത്ത വെള്ളത്തിലോട്ട് മാറ്റാം. കോരിക്കും, കോരിയെടുക്കും. തണുത്ത വെള്ളത്തിലോട്ട് മാറ്റുക. പിന്നെ കോരിയെടുത്ത് തണുത്ത വെള്ളത്തിലോട്ട് മാറ്റി ബോയിൽ ചെയ്ത ക്യാരറ്റ് ബീൻസും കൂടെ കോരി തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇതിങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കളറ് പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ്. നല്ല സ്റ്റൂവിന് നല്ല കളറ് കിട്ടുന്നതിന്. ഓക്കെ, ക്യാരറ്റും ബീൻസും ബോയിൽ ചെയ്ത് എടുത്ത് ആ ഉപ്പിട്ട് ആ വെള്ളത്തിലോട്ട് തന്നെ ഇതിട്ട് കൊടുക്കുന്നു. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കും. ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തേ, ഇട്ട് കൊടുക്കും. ആ, ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ബോയിലാകട്ടെ. ഉരുളക്കിഴങ്ങ് ബോയിലായി വരുന്നു. ഒന്ന് ഇളക്കി കൊടുക്കുക. 2 മിനിറ്റ് ഉരുളക്കിഴങ്ങ് ഇതിനകത്തിരുന്ന് ബോയിലാകട്ടെ. ഗ്രീൻ പീസ് ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് ഫ്രോസൺ പച്ച ഗ്രീൻ പീസ് ആയതുകൊണ്ട് നേരിട്ട് നമുക്ക് സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ ചേർത്താൽ മതി. പച്ചക്കറിയിൽ ഗ്രീൻ പീസ് മാത്രം ഇതുപോലെ ബോയിൽ ചെയ്ത് എടുക്കണ്ട, കാരണം അത് ഫ്രോസൺ അതറിയാലോ, അത് പൊട്ടിപ്പോവും. അതുകൊണ്ട് നമുക്ക് ഗ്രീൻ പീസ് അവസാനം സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ ചേർത്താൽ മതി. അപ്പം ഇത് നന്നായിട്ട് ബോയിലായി കഴിയുമ്പോൾ, ഒരു മീഡിയം ബോയിലായി കഴിയുമ്പോൾ നമുക്ക് കോരി പാത്രത്തിലോട്ട് മാറ്റാം. ഓക്കെ, 2 മിനിറ്റ് ഇരുന്ന് നന്നായിട്ട് ബോയിലാകട്ടെ. ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ബോയിലായിക്കോട്ടെ, വെന്തോട്ടെ. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ബോയിലായിട്ടുണ്ട്. ഇത്രയും ബോയിലായാൽ മതി, ഒരു മീഡിയം ബോയിൽ. ഇനി നമുക്ക് ഇതിനെ കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഉരുളക്കിഴങ്ങ് കോരിക്കും, കോരിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ വെള്ളം ഒരു കപ്പിനകത്ത് എടുത്ത് വെക്കാം. നമുക്ക് സ്റ്റൂ ഉണ്ടാക്കാൻ നേരത്ത് ഈ പച്ചക്കറി തിളപ്പിച്ച് ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ബോയിൽ ചെയ്ത് കോരി ഉരുളക്കിഴങ്ങ് ഈ പാത്രത്തിലോട്ട് മാറ്റി വച്ചിരിക്കുന്നു. ഇനി നമുക്ക് ചീൻചട്ടി എടുത്ത് സ്റ്റൂ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. സ്റ്റൂ ഉണ്ടാക്കുന്നതിന് വേണ്ടി കുഴിവുള്ള വലിയ ചീൻചട്ടി അടുപ്പിൽ വെച്ചു. ചീൻചട്ടി ചൂടായി വരുന്നു. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അച്ഛാ, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒഴിച്ചോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, ഇനി വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു ടേസ്റ്റിന് വേണ്ടി 1/2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നു. മതി. ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വന്നു. ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് ഇഞ്ചിയല്ല, കറുവാപ്പട്ടയാണ്. കറുവാപ്പട്ട ഇട്ട് കൊടുത്ത് 4 കഷ്ണം, ചെറിയ കഷ്ണം. 4 ചെറിയ കഷ്ണം ഇട്ട് കൊടുത്തു. ഇനി കരിയാമ്പ് ഇട്ട് കൊടുത്ത് 7 കരിയാമ്പ് ഇട്ട് കൊടുത്തു. ഇനി ഒരു തക്കോലം പൊടിച്ചത് ഇട്ട് കൊടുത്ത് ഒരെണ്ണം. ഇനി ഒരു ചെറിയ ഇലയുടെ പീസ്, കറുവാപ്പട്ടയുടെ ഇലയിട്ടെ. ഇനി തിളച്ച് പുറട്ടെ. ഇനി ഇളക്കി കൊടുത്ത്. ഇത്രയാണ് ആദ്യം ഇടേണ്ടത്. ഇതിൽ കൂടുതൽ ഇടരുത് കേട്ടോ, ഈ കരിയാമ്പും കറുവാപ്പട്ടയുടെ ഇതും തക്കോലവും. കാരണം അത് ഇട്ട് കഴിഞ്ഞാൽ സ്റ്റൂവിനത് ചുവ വരും. അതുകൊണ്ട് ഇത്രയേ ഇടാവുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞ് ഇട്ട് കൊടുത്ത്. ഇട്ട് കൊടുത്തു. ഇനി ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത്. ഈ 2 ഇതൾ കരിയാപ്പില ഇട്ട് കൊടുത്ത്. കരിയാപ്പില നമുക്ക് 2 ഇതൾ ചേർത്ത് കൊടുക്കുക. തണ്ടോടെ ഇട്ടാലും കുഴപ്പമില്ല, തണ്ട് കിടന്നാലും കുഴപ്പമില്ല. ഈ കുരുമുളക് ഇട്ട് കൊടുത്ത്. കുരുമുളക് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ശരിക്ക് അത് പൊടിയരുത്. പൊടിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കളറ് മാറും. കുരുമുളക് ഇട്ട് കൊടുക്കും. 1/2 ടീസ്പൂൺ കുരുമുളക് മീഡിയമായിട്ട് പൊടിക്കും. പിന്നെ 2 സവോള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇട്ടോ. നന്നായിട്ട് അങ്ങ് ഇളക്കി. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. ഇനി 7 പച്ചമുളക് നടുവേ പിളർന്ന് ഇട്ട് കൊടുക്കുക. 7 പച്ചമുളക് നടുവേ പിളർന്ന് ഇട്ട് കൊടുക്കും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
പച്ചമുളകിൻ്റെയൊക്കെ പച്ചപ്പ് നന്നായിട്ട് പോട്ടെ. നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഓക്കെ, നന്നായിട്ട് ഇളക്കി കൊടുക്കും. സവോളയൊക്കെ വാടുന്നതിന് വേണ്ടി നമുക്ക് 1/2 ടീസ്പൂൺ ഇച്ചിരി സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം, പെട്ടെന്ന് വാടി കിട്ടുന്നതിന് വേണ്ടി. ഇട്ടോ. ഇനി നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി അതിൻ്റെ ആ പച്ചപ്പെല്ലാം അങ്ങോട്ട് പോട്ടെ. ഇതിൻ്റെ ആ പച്ചപ്പെല്ലാം അങ്ങോട്ട് പോട്ടെ. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ഇതിട്ട് കൊടുക്കുക. 3-4 പിഞ്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. 3-4 പിഞ്ച് ഇട്ട് കൊടുക്കുക. അധികം ഇടരുത്, 1 സ്പൂൺ പോലും ഇടരുത്. ഒരു 1/4 ടീസ്പൂൺ ഇടാവുള്ളൂ ഗരം മസാല. ഇട്ട് കൊടുത്ത് ഇത് കണ്ടോ, ഒരു 1/4 ടീസ്പൂൺ പോലും ഇല്ല, ഇട്ട് കൊടുത്തു. അത് സ്വല്പം ചേർക്കാവുള്ളൂ, ഒരു 2-3 പിഞ്ചേ ചേർക്കാവുള്ളൂ. ഗരം മസാല കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരു സ്വല്പമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇനി ഒന്ന് ഇളക്കി കൊടുക്കും. എല്ലാത്തിനും പച്ചപ്പൊന്ന് മാറി വരട്ടെ. സവോളയുടെ പച്ചപ്പൊന്ന് മാറി വരട്ടെ, ഒരു ബ്രൗൺ കളറായി വരട്ടെ. അതോടെ നമുക്ക് ഇട്ട് ഇളക്കി കൊടുക്കും. 4 ഏലക്ക ചതച്ചത് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. 4 ഏലക്ക ചതച്ചത്. 4 ഏലക്കേ ഉള്ളൂ, അതൊന്ന് ചതച്ചിട്ടിടുന്നതാണ് നല്ലത്. അത് ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ആ ഏലക്കയുടെ എസൻസ് അങ്ങ് ഇറങ്ങട്ടെ. സ്റ്റൂവിന് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി. എസൻസ് നോക്കണം. 4 ഏലക്കായ കൂടുതൽ ചേർക്കരുത് കേട്ടോ. ഏലക്ക കൂടുതൽ എസൻസ് വന്നാലും അത് കൊള്ളത്തില്ല. നമ്മുടെ ഈ സ്പൈസസ് ഇടുന്നത് കറക്റ്റ് അളവിലായിരിക്കണം. എന്നാലേ ഉള്ളൂ സ്റ്റൂവിന് നല്ല കളറും നല്ല ടേസ്റ്റും കിട്ടുകയുള്ളൂ. ഇനി നമുക്കിതിനകത്തോട്ട് ലേശം തേങ്ങാപ്പാൽ ചേർക്കാൻ നേരത്തെ തേങ്ങാപ്പാൽ പിരിഞ്ഞൊന്ന് പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. മൊത്തം ഇട്ടോ 1/2 ടീസ്പൂൺ തേങ്ങാപ്പാൽ പിരിഞ്ഞ് പോകാതിരിക്കാൻ. മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കും. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി പൊടിയുടെ ഇതങ്ങ് മാറട്ടെ. നന്നായിട്ട് ഇളക്കി കൊടുക്കും. നന്നായിട്ട് ഇളക്കി നന്നായിട്ട് അതിൻ്റെ ആ പൊടിയുടെ ആ ഇതൊക്കെ അങ്ങ് മാറട്ടെ. പൊടിയുടെ ആ പച്ചപ്പൊക്കെ മാറട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് ആ പച്ചക്കറി വേവിക്കാൻ എടുത്ത് വച്ചിരുന്ന ആ വെള്ളം ഒഴിച്ച് കൊടുക്കാം. പച്ചക്കറി നമ്മൾ വേവിച്ചിട്ട് മിച്ചം എടുത്ത് വെച്ചിരുന്ന ആ വെള്ളമില്ല, അത് ഒഴിച്ച് കൊടുക്കുക. അതൊഴിച്ചു. അത് നമ്മൾ കപ്പിനകത്തിട്ട് അതൊഴിച്ചു. അത് മൊത്തം ഒഴിച്ചു. ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇങ്ങനെ മൈദ ചേർക്കുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മൾ തേങ്ങാപ്പാൽ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ പിരിഞ്ഞ് പോകാതിരിക്കാനാണ്. പിന്നെ നമ്മുടെ സ്റ്റൂവിനൊരു കട്ടിയും കിട്ടാൻ വേണ്ടിയാണ്. നല്ലൊരു കട്ടിയും കിട്ടും. അടിപൊളി സ്റ്റൂ. ചെറുതായിട്ടൊന്ന് തിളച്ചോട്ടെ. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ ഫുൾ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഒന്ന് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കുക. തേങ്ങാപ്പാൽ തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ പച്ചക്കറി എല്ലാം കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പാൽ നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് പച്ചക്കറി വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പാലൊന്ന് തിളച്ച് വന്നോട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്ക് പച്ചക്കറി ഇട്ട് കൊടുക്കാം. തിളച്ച് വരട്ടെ. പാല് തിളച്ച് വരുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും കൂടെ ഇട്ട് കൊടുക്കാം. ക്യാരറ്റും ബീൻസും കൂടെ ഇട്ടേ. ക്യാരറ്റും ബീൻസും ഇട്ടു.
നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നന്നായിട്ട് വെട്ടിത്തിളച്ച് വേകട്ടെ. പച്ചക്കറി എല്ലാം കൂടെ, ക്യാരറ്റ്, ബീൻസ്, ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. എന്നാലും ഈ പാലിനകത്ത് നന്നായിട്ട് വെട്ടിത്തിളച്ച് വേകട്ടെ, നന്നായിട്ട് ബോയിലായി വേകട്ടെ. ഇനി ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക. ഫോർസനായ പച്ച ഗ്രീൻ പീസ്. ഇത് നമ്മൾ വേവിക്കാതെ ഇടുന്ന, പച്ചയോടെ തന്നെ ഇടുന്നത്, കാരണം വേവിക്കേണ്ട ആവശ്യമില്ല, അതുപോലെ സോഫ്റ്റാണ്. ഇട്ട് കൊടുത്തു ഗ്രീൻ പീസ്. ഇനി ഇളക്കിക്കുക, നന്നായിട്ട് ഇളക്കിക്കുക. നല്ല സൂപ്പർ ഗ്രീൻ പീസാണ്. അടിപൊളി സ്റ്റൂ. നന്നായിട്ടിരുന്ന് തിളക്കട്ടെ. തേങ്ങാപ്പാൽ ഒന്നും പിഴിഞ്ഞ് പോവുകയില്ല, കാരണം എന്താ വെച്ചാൽ നമ്മൾ അതിനാണ് മൈദ ചേർത്തിരിക്കുന്നത്. നല്ല കളറായി കണ്ടോ, ഗ്രീൻ പീസും കൂടെ ചേർത്തപ്പോൾ ഇതിൻ്റെ കളറ് കണ്ടോ. ഇനി ആ കാഷ്യൂനട്ട് 5-6 കാഷ്യൂനട്ട് അരച്ച് വെച്ചിരിക്കുന്നത് അതൊന്ന് ചേർത്ത് കൊടുത്തേ. കാണിച്ച് ഇതിൻ്റെ കാഷ്യൂനട്ട് അരച്ച് വെച്ചിരിക്കും. ഒരു 6 കാഷ്യൂനട്ട് അരച്ച് വെച്ച് അതും കൂടെ ചേർത്ത് ടേസ്റ്റിന് വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത്, നന്നായിട്ട് ഇളക്കി. നമ്മൾ ബോയിലായി കഴിയുമ്പോൾ നമ്മുടെ സ്റ്റൂ റെഡിയാവും. ഇനി നന്നായിട്ടും തിളച്ചാൽ മതി. നന്നായിട്ട് തിളച്ച് എല്ലാം കൂടെ ശരിക്കും അങ്ങോട്ട് ബോയിലായി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ പിന്നെ കുറച്ച് പൊടിക്കൈയും കൂടെ ഉണ്ട്, അതും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്റ്റൂ റെഡിയായി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ സ്റ്റൂ ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ. പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടം. അപ്പത്തിൻ്റെ കൂടെ, പാലപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ ഒരു സ്റ്റൂ ഉണ്ടെങ്കിൽ പിന്നെ കുശാലാണ്. ഉപ്പൊന്ന് നോക്കിയാൽ നമ്മൾ 2-3 പച്ചക്കറി വേവിക്കാത്തൊരു ഉപ്പ് ഇട്ട് ആ വെള്ളം ഇങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇടയ്ക്ക് നമ്മൾ 1/2 ടീസ്പൂൺ ഉപ്പിട്ട് ലേശം ഉപ്പൊന്ന് നോക്കിക്കേ. നന്നായിട്ടിരുന്ന് തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ശരിയാവും. ഉപ്പ് നോക്കി ഇപ്പോൾ അച്ഛൻ പറഞ്ഞ സ്വല്പം കൂടെ ഉപ്പ് വേണം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കും. നിങ്ങൾ ഇങ്ങനെ ഉപ്പ് നോക്കണം കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് പാകമാണോ നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് കൊടുക്കണം, ഉപ്പ് ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് എത്ര ഉപ്പ് വേണോ, ഉപ്പ് കുറച്ച് വേണ്ടവർക്ക് കുറച്ച് വേണ്ടി, അച്ചാൻ ഇച്ചിരി ഉപ്പ് കൂടുതൽ വേണം, ഉപ്പ് ഇച്ചിരി കൂടി നിൽക്കണം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇടണം. ഇനി ഇത് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ച്, ഇതുവരെ തിളച്ചില്ല, തിളച്ച് നന്നായിട്ട് വെട്ടി തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയൊരു പൊടിക്കൈയും കൂടെ ചെയ്ത് നമുക്കിത് വാങ്ങാം. നമ്മുടെ സ്റ്റൂ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കളറ് കണ്ടോ, നമ്മൾ പച്ചക്കറി അങ്ങനെ കോരി എടുത്തുകൊണ്ടാണ്, തിളപ്പിച്ച് കോരിക്കൊണ്ടാണ് നമ്മുടെ ആ കളറ് കണ്ടോ, ക്യാരറ്റിൻ്റെയും ബീൻസിൻ്റെയും കളറ് പോയിട്ടില്ല, നല്ല വൈറ്റ് കളർ തന്നെ. അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കുരുമുളക് പൊടി ഇടുമ്പോൾ ഭയങ്കരമായിട്ട് പൊടിയരുത്. പൊടിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറ് പോകും. കണ്ടോ, നന്നായിട്ട് ബോയിലായി വരുന്നുണ്ട്. ശരിക്കും തിളക്കട്ടെ. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്, നന്നായിട്ട് തിളക്കട്ടെ. പച്ചക്കറി എല്ലാം ഇരുന്ന് നന്നായിട്ട് അങ്ങ് വെന്തോട്ടെ. നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ, ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീൻസും എല്ലാം ഇരുന്ന് ശരിക്കും അങ്ങോട്ട് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കുണ്ട് എന്നാ ടേസ്റ്റാണെന്നറിയാമോ. ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് വേട്ടെ. തിളച്ച് വരും, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് കുറുകി വരുന്നുണ്ട് നമ്മുടെ സ്റ്റൂ, നന്നായിട്ട് അങ്ങ് കുറുകി വരുന്നുണ്ട്. ഇനി നമുക്ക് കാഷ്യൂനട്ടും മല്ലിയിലയും ഒക്കെ അങ്ങോട്ടൊന്ന് താളിച്ച് ചേർക്കാം. നന്നായിട്ട് പറ്റി വരട്ടെ, ടേസ്റ്റ് അങ്ങോട്ട് ഇറങ്ങട്ടെ. ഉണ്ടോ അതിൻ്റെ കളർ കണ്ടോ, അടിപൊളി സൂപ്പർ സ്റ്റൂ. നന്നായിട്ടങ്ങ് തിളച്ചോട്ടെ. ഒന്നുകൂടെ ഇളക്കി കൊടുത്ത് നന്നായിട്ട് കുറുകി അങ്ങ് വരട്ടെ. നമുക്കിപ്പോൾ വാങ്ങാറായി, നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. സ്റ്റൂ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് ബോയിലായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് സാധനം ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ട്, അത് നമുക്ക് അവസാനം പൊടിക്കുകയും ചെയ്യാം. ഒന്ന് വാങ്ങി വെക്കാം. പാൻ എടുത്ത് അടുപ്പിൽ വെച്ചു, പാൻ ചൂടായി വരുന്നു. ഇനി ഇതിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. പാൻ ചൂടായി വരുന്നു, അതിന് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ഒഴിച്ച് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇതിനകത്ത് നമുക്ക് കാഷ്യൂനട്ടൊക്കെ ഒന്ന് വാട്ടി ചേർക്കുന്നതിന്, വറുത്ത് ചേർക്കുന്നതിന് കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തു. കാഷ്യൂനട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. 1/2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുള്ളൂ, ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇത് നമുക്ക് സ്റ്റൂവിനകത്ത് ആഡ് ചെയ്യുന്ന ടേസ്റ്റ്, നല്ല ടേസ്റ്റ് കിട്ടും. നെയ്ക്കകത്തൊന്ന് വറുത്ത് സ്റ്റൂവിനകത്ത് അവസാനം ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇതിനകത്തോട്ട് ഇച്ചിരി മല്ലിയിലയും കരിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വാട്ടിയെടുക്കാം. വറുത്തണം. നിറം മാറി വരുന്നുണ്ട്. അധികം നിറം മാറണ്ട, അധികം വറക്കണ്ട. ഇതിട്ട് മല്ലിയില എടുത്തിട്ട് മല്ലിയില ഇട്ട് കൊടുക്കുക. തീ കുറച്ച് വെക്കണേ.
കരിഞ്ഞു പോയില്ലെങ്കിൽ മല്ലിയില കറിവേപ്പില ഇട്ട് കൊടുക്കും. ആ ഇളക്കി കൊടുത്ത് ഇനി സ്റ്റൂവിനകത്തോട്ട് ചേർക്ക്. ഇത് സ്റ്റൂവിന് അടിപൊളി രുചി വരും. ആ ഓക്കെ. സ്റ്റൂവിനകത്തോട്ട് ചേർത്ത് കാഷ്യൂനട്ടും കറിവേപ്പിലയും നമ്മുടെ മല്ലിയിലയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടി, നല്ല ഇച്ചിരി ചെറു മധുരം ഉള്ളപ്പോൾ നല്ല ഇതാണ് ഇട്ട് കൊടുത്തു. 1/2 ടീസ്പൂൺ ഇടാവോ? ആ ഇട്ടോ. ഓക്കെ, എന്നാൽ ഇളക്കി കൊടുക്ക്, നന്നായിട്ട് ഇളക്കി കൊടുക്ക്. 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കണം. ഒരു ചെറു കട്ടി കിട്ടാനും മധുരവും ഉള്ളത് നല്ലതാണ്. ഇനി ഏറ്റവും അവസാനം 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ തൂക്കിയെടുത്ത്, ആ പച്ച വെളിച്ചെണ്ണയുടെ ടേസ്റ്റും കൂടെ നിന്ന് കഴിഞ്ഞാണല്ലോ നല്ല. പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് തൂക്കി കൊടുത്ത്. മതി 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 മതി. ഇനി അങ്ങോട്ട് ഇളക്കിക്ക്. സ്റ്റൂവിൻ്റെ എല്ലായിടും പിടിക്കട്ടെ. സ്റ്റൂ അങ്ങോട്ട് പിടിക്കട്ടെ. ഇനി ഇപ്പം നമ്മുടെ സ്റ്റൂ റെഡിയായി. ആ പച്ച വെളിച്ചെണ്ണ നല്ല ടേസ്റ്റും കിട്ടി. ഇനി ഒരു ബൗളിനകത്ത് മാറ്റി അച്ഛൻ ടേസ്റ്റ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ചപ്പാത്തിയുടെ കൂടെ അച്ഛൻ തിന്ന് കാണിക്കുന്നതായിരിക്കും. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ വെജിറ്റബിൾ സ്റ്റൂ. സൂപ്പർ സ്റ്റൈല്, എന്നാ കളറാന്ന് നോക്കിക്ക്. സൂപ്പറായിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് അഭിപ്രായം പറയണേ. സൂപ്പറായിട്ടുണ്ട്. ഇത്ര ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തത് ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. കണ്ടോ, അടിപൊളി ലുക്കാണ്. ഇതുപോലെ ഒരു സ്റ്റൂ ഉണ്ടാക്കി കഴിച്ചാൽ ഉണ്ടല്ലോ പിന്നെ ഒന്നും വേണ്ട. പാലപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ദോശയുടെ കൂടെ. അച്ഛൻ ഒന്ന് കഴിച്ച് കാണിച്ചു. അച്ഛാ കൺസിസ്റ്റൻസി കാണിച്ച്. അച്ഛൻ കഴിച്ച് കാണിക്കുവാണ്. ചാറെടുത്ത് ആഹാ, അടിപൊളി കണ്ടോ, നല്ല സ്മെല്ലും നല്ല കളറും. ഇതുപോലെ തന്നെ നിങ്ങളും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം ഒന്ന് പറയണേ കേട്ടോ. അപ്പോൾ അച്ഛൻ ഒന്ന് കഴിച്ച് കാണിച്ചാ കാണിക്കട്ടെ. നല്ല സ്റ്റൂ. പച്ചക്കറി നോക്കിയേ എങ്ങനെയുണ്ട്. നല്ല അടിപൊളിയാ. സൂപ്പർ, നല്ല ടേസ്റ്റാണ്. നല്ല മട്ടൻ്റെ ഒക്കെ ടേസ്റ്റ് വരും അല്ലേ. വെജിറ്റബിൾ നോക്കിയേ സൂപ്പറാണോ. അച്ഛൻ ചപ്പാത്തിയുടെ കൂടെ കൂട്ടിക്കുന്നത്. ഇടിയപ്പം പാലപ്പൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടാക്കിയാൽ നല്ല രസമാണ് അല്ലേ. നല്ല അടിപൊളി സ്റ്റൂ, ഒന്നാം തരം. നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഒന്ന് ഇളക്കി കാണിച്ച് വെച്ചാൽ മട്ടൻ കഴിക്കുന്ന പോലെ തന്നെ ഉണ്ടല്ലേ. ഉണ്ടോ, എത്ര ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് നല്ല അടിപൊളിയായിട്ട് വെജിറ്റബിൾ സ്റ്റൂ. ഇങ്ങനെ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഞങ്ങളുടെ ഈ കുക്കിംഗ് ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ. നമ്മുടെ പിള്ളേർക്ക്, വീട്ടിലുള്ള പിള്ളേർക്കും അമ്മച്ചിമാർക്കും അച്ചാച്ചന്മാർക്കും എല്ലാം ഇങ്ങനെയൊന്ന് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണേ. വിദേശത്തുള്ളവരൊക്കെ പ്രത്യേകം ഈ നോയമ്പ് കാലത്ത് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കണേ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ, പാലപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ ഒക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കൊടുക്കണേ. ചോറിനും കൂട്ടാം. അപ്പോൾ താങ്ക് യു.